ആർക്കും ഇഷ്ടം തോന്നുന്ന നന്മയുള്ള ഒരു മനുഷ്യൻ. പേര് നിക്കോളാസ്. പണ്ടത്തെ തുർക്കിയിലെ മിറ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം പാർത്തിരുന്നത്. ഒരു ദിവസം അദ്ദേഹത്തെ ജയിലിലാക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഡയാന ദേവതയെ ആരാധിക്കാത്തതായിരുന്നു നിക്കോളാസ് ചെയ്ത കുറ്റം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ക്രിസ്തുവിലായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് അധികാരമേറ്റ പുതിയ ചക്രവർത്തി ക്രിസ്തുമതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. അതോടെ നിക്കോളാസിനെ ജയിലിൽ നിന്നും വിട്ടയച്ചു. മാത്രമല്ല, അദ്ദേഹത്തെ ബിഷപ്പാക്കുകയും ചെയ്തു. മിറ പട്ടണത്തിൽ ഇടയ്ക്കിടെ വേഷം മാറി നടക്കുക നിക്കോളാസിന്റെ പതിവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു സാധു സ്ത്രീയെ കണ്ടുമുട്ടി. അവരുടെ 3 ആൺമക്കളെയും ഒരു സത്രമുടമ കൊലപ്പെടുത്തിയിരുന്നു. ആ കുട്ടികളുടെ ജീവന് വേണ്ടി നിക്കോളാസ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് വിശ്വാസം. അതോടെ നിക്കോളാസ് കുട്ടികളുടെ പ്രിയങ്കരനായി മാറി. മരണത്തിനു ശേഷം അദ്ദേഹത്തെ പുണ്യാളനായി വാഴ്ത്തി. അങ്ങനെ നിക്കോളാസ് സെയിന്റ് നിക്കോളാസ് ആയി മാറി. സെയിന്റ് നിക്കോളാസ് പിന്നീട് സാന്റാക്ലോസ് ആയി മാറി. സത്യവും പുരാവൃത്തങ്ങളും ഇഴചേർന്ന ഈ വിശുദ്ധന്റെ കഥ കതിരും പതിരുമായി തിരിക്കേണ്ടതില്ല. കാരണം കാലം കൈമാറി വരുന്ന വിശ്വാസങ്ങൾ സാന്ത്വനം നൽകുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ തുടരട്ടെ. കാരണം മറ്റുള്ളവർക്ക് സാന്ത്വനം നൽകുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെടുക അത്ര നിസാരമല്ല. ശുഭദിനം.